മോക്ഷം എന്നാൽ അറിവാണെങ്കിൽ മോക്ഷം എങ്ങനെയാണ് ഭഗവാൻ കൊടുക്കുന്നത്? മോക്ഷം ഭഗവാൻ കൊടുക്കുന്നില്ല. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ട വസ്തു അല്ല മോക്ഷം. കിട്ടേണ്ട വസ്തു അല്ല മോക്ഷം. മോക്ഷം സ്വരൂപമാണ്. മോക്ഷം സഹജമാണ്. മോക്ഷം സിദ്ധമാണ്, സാധ്യമല്ല. ഭഗവാൻ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്ഥോ. ഇല്ലേ? ആത്മഭാവസ്ഥഃ അഹം നാശയാമി അജ്ഞാനം. ജ്ഞാന ദീപേന ഭാസ്വത. അങ്ങേയറ്റം പ്രകാശിക്കുന്ന ജ്ഞാനദീപം കൊണ്ട് ഞാൻ അവർക്ക് ജ്ഞാനം കൊടുക്കുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോക്ഷം കൊടുക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പറഞ്ഞിട്ടോ? മോക്ഷയിഷ്യാമി മാ ശുത. നിന്നെ ഞാൻ മോക്ഷത്തിൽ എത്തിക്കുന്ന പറഞ്ഞു, ഞാൻ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല. നിന്നെ ഞാൻ മോചിപ്പിക്കും. എവിടുന്ന്? അജ്ഞാനബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കും. അത് വിളിക്കും. അതെ, ശബരിമലയ്ക്ക് പോകുമ്പോൾ വിളിക്കാറുണ്ട്. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, മോക്ഷം കിട്ടിയാൽ മോക്ഷം പോവും. കിട്ടേണ്ട വസ്തു അല്ല മോക്ഷം. പല പുരാണങ്ങളിലും മോക്ഷം കൊടുത്തതായി പറയുന്നു. തീർച്ചയായിട്ടും ഉണ്ട്, അതിൽ യാതൊരു തെറ്റുമില്ല. രണ്ടും ഒരാൾ പറഞ്ഞാൽ അങ്ങനെയാ? അത് ഈ ചോദ്യത്തിൽ മൂന്നാം വിഭാഗക്കാർ തന്നെ എഴുതിയിട്ടുണ്ട്. ഉദാഹരണം അഹല്യാമോക്ഷം. അഹല്യാമോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ മുച്ചിള് മോചനെ എന്നുള്ള ധാതുവിന് പരമായി ക്ഷ എന്നുള്ള പ്രത്യയം വരുമ്പോഴാണ് മോക്ഷം എന്നുള്ള ശബ്ദം സിദ്ധാവുന്നത്. മുച്ച് എന്നുള്ളത് മുക്ക് എന്നാവും, മോക്ക് എന്നാവും, മോക്ക് സകാരത്തിന് ഷത്വം വരും, മോക്ഷ എന്ന് വരും. മുച്ചിള് ധാതുവിന് ക്ഷ പ്രത്യയം പരമാകുമ്പോൾ മോക്ഷശബ്ദം വരും. അപ്പം മോചിപ്പിക്കുക. എന്തിൽ നിന്ന്? എന്താണോ കെട്ടുപാട് അതിൽ നിന്ന്. നമ്മൾ കെട്ടിയിട്ട ഒരു പട്ടിയെ കെട്ടഴിച്ചു വിട്ടാൽ എന്ത് പറയാം? ഞാൻ പട്ടിക്ക് മോക്ഷം കൊടുത്തു എന്ന് പറയാം. ശരിയാണോ തെറ്റാണോ? ഭാഷാപരമായി ശരിയാണ്. പൂച്ചയ്ക്ക് മോക്ഷം കൊടുത്തു. ഒരാളെ ഒരു ദുഃഖത്തിൽ നിന്ന് ഞാൻ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തു, അയാൾക്ക് ദുഃഖം മാറി. അയാൾ ദുഃഖത്തിൽ നിന്ന് മോക്ഷം കൊടുത്തു. അയാൾക്ക് മോക്ഷമൊന്നും കിട്ടിയിട്ടില്ല, അയാൾ മുക്തനായിട്ടില്ല. തൽക്കാലം ദുഃഖത്തിൽ നിന്നൊരു മോക്ഷം ഉണ്ടായി. ഒരാൾ വല്ലാതെ വിശന്നിരിക്കുക, അപ്പം അയാൾക്ക് നല്ല ഭക്ഷണം കൊടുത്തു. അപ്പം എന്തായി? വിശപ്പിൽ നിന്ന് മോക്ഷം ലഭിച്ചു. ദാഹത്തിൽ നിന്ന് മോക്ഷം, വേദനയിൽ നിന്ന് മോക്ഷം. ഒക്കെയാണ്. ഇതൊക്കെ മോക്ഷമാണ്, ഇല്ലേ? ഒക്കെ മോക്ഷ. അത് ചിന്തിക്കുക. അതുപോലെ താൽക്കാലികങ്ങളായ ദുഃഖസ്ഥിതികളിൽ നിന്നോ ശാപസ്ഥിതികളിൽ നിന്നോ പരിമിതികളിൽ നിന്നോ മോചിപ്പിക്കുമ്പോൾ മോക്ഷം കൊടുത്തു എന്ന് പറയാം. അത് പാരമാർത്ഥികമായ അജ്ഞാന നിവൃത്തിയാകുന്ന മോക്ഷമല്ല. വ്യക്തമായി മനസ്സിലാക്കണം. അഹല്യ വാൽമീകി രാമായണത്തിനനുസരിച്ചാവുമ്പോൾ നീ ഇത്ര വലിയൊരു അപരാധം ചെയ്തല്ലോ, ഓ വല്ലാത്തൊരപരാധം, അതുകൊണ്ട് സാരമില്ല, അതിഘോരമായ തപസ്സനുഷ്ഠിച്ച് ഇവിടെ കഴിയൂ ഈ സ്ഥലത്ത്. നീ സകല ഭൂതങ്ങൾക്കും അദൃശ്യയായിരിക്കും, സകല ഭൂതങ്ങൾക്കും നീ അദൃശ്യയായിരിക്കും. ശ്രീരാമൻ ത്രേതായുഗത്തിൽ ഈ പ്രദേശത്ത് വരും. രാമൻ്റെ
സ്പർശത്താൽ, നിനക്ക് പാദസ്പർശത്താൽ ഈ അവസ്ഥയിൽ നിന്ന് മോചനം വരും, അന്ന് നമുക്കൊന്നിച്ച് വീണ്ടും പ്രാപിക്കാം എന്ന് ഗൗതമൻ പറഞ്ഞു. അങ്ങനെ ശിലയെ ആശ്രയിച്ച് സർവഭൂതങ്ങൾക്കും അദൃശ്യയായി അങ്ങനെ കഴിയാണ് അഹല്യ. പിന്നീട് ശ്രീരാമചന്ദ്രൻ വന്നു. അഹല്യയ്ക്ക് ആ അവസ്ഥയിൽ നിന്ന് മോചനം വന്നു, രൂപവതിയായി ശ്രീരാമനെ സ്തുതിച്ചു, നമിച്ചു, ഗൗതമനെ പ്രാപിച്ചു. ഇതാണ് വാൽമീകിയം. അധ്യാത്മരാമായണം ആയപ്പോഴത്തേക്ക് ഗൗതമൻ അഹല്യയെ ശപിച്ചു. വാൽമീകിയത്തിൽ ശപിച്ചിട്ടില്ല, ശപിച്ചു. എന്താ ശപിച്ചത്? കല്ലായി പോട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷം കൊടുത്തു. ശ്രീരാമൻ്റെ സ്പർശം ഉണ്ടാവുമ്പോൾ സ്വരൂപയായി തീരാം. ഇങ്ങനെയുണ്ടായി. വാൽമീകി രാമായണം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ശാപല്യെന്ന് മാത്രമൊരു അനുഗ്രഹം ഉണ്ടായതെന്നാ. കാരണം ദേവേന്ദ്രന് ദേവലോകത്ത് പോലും ഇരിക്കപ്പുറതിയില്ലാത്ത തരം സുന്ദരിയാണ് അഹല്യ. അപ്പോൾ അഹല്യ എല്ലാവരും കാണാൻ കാട്ടിൽ കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? വലിയ പ്രശ്നമില്ലേ? ഇല്ല. അപ്പോൾ അതൊരു ശാപമല്ല, അത് അദൃശ്യമായി കഴിയുക എന്നുള്ളതൊരു അനുഗ്രഹ അഹല്യക്ക് എന്നാ തോന്നുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നറിയില്ല.